ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളെല്ലാവർക്കും മുടിയൊക്കെ പ്രായം ചെല്ലുമ്പോഴത്തേക്ക് നരയ്ക്കാറില്ലേ? ഇപ്പോൾ എനിക്കും 45 ആയി. എൻ്റെ മുടിയൊന്നും നരച്ചിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ മുടിയൊക്കെ നേരത്തെ നരച്ചു തുടങ്ങി. അപ്പം ഞാനും വിചാരിച്ചു എനിക്കുമൊക്കെ നേരത്തെ ആവുമെന്ന്. പക്ഷേ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഏതാണ്ട് ഒരു 4-5 വർഷം കൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ കറ്റാർ വാഴയുണ്ടല്ലോ, ഇതെല്ലാം നമ്മളെ വീട്ടിലുണ്ട്. എനിക്ക് ഇവിടെയാണെങ്കിലും ഞാനത് ചെടിച്ചട്ടിയിൽ നട്ട് വളർത്തിയിട്ടുണ്ട്. ഈ കറ്റാർ വാഴയുടെ പൾപ്പുണ്ടല്ലോ, ഈ കറ്റാർ വാഴയുടെ പൾപ്പും ഉലുവ, നമ്മുടെ വീട്ടിലെല്ലാവരുടെയും കറിയിൽ ഉണ്ടാവുന്ന ആ സാധനമാണ് ഉലുവ. ഇതൊന്ന് തലേദിവസം വെള്ളത്തിലിട്ടിട്ട് ഇതിൻ്റെ പൾപ്പും ഉലുവയും കൂടി ഒന്ന് അരയ്ക്കും. അതിൻ്റെ കൂടെ മുട്ടയുടെ വെള്ള വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ചിലപ്പോഴൊക്കെ ചേർക്കും, എല്ലായ്പ്പോഴും ചേർക്കാറില്ല. മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മുടെ ജ്യൂസൊക്കെ അരിക്കണ അരിപ്പുണ്ടല്ലോ, ഇങ്ങനത്തെ അരിപ്പ്, ഈ അരിപ്പിന് അരിച്ചെടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഈ പൊടിയെല്ലാം നമ്മളെ മുടിയിൽ ഇങ്ങനെയും നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നമുക്കൊരു ബൗളിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഓരോ മുടിയൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പുരട്ടി വയ്ക്കുക. ഇങ്ങനെ പുരട്ടി വെച്ചിട്ട് കൂടുതൽ സമയം വെക്കരുത്. കറ്റാർ വാഴ എല്ലാവർക്കും ശരിയാവത്തില്ല. കറ്റാർ വാഴ ചില സമയങ്ങളിൽ കൂടുതൽ സമയം ഇരുന്ന് കഴിഞ്ഞാൽ ജലദോഷമൊക്കെ വരും. ഞാനൊരു 10 മിനിറ്റേ വയ്ക്കാറുള്ളൂ. 10 മിനിറ്റ് വച്ച് അതിന് ശേഷം തല ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കും. ഷാമ്പൂ ഒന്നും ഉപയോഗിക്കത്തില്ല. എന്ന് വെച്ചാൽ ഇത് ഷാമ്പൂ ഉപയോഗിക്കണേക്കാട്ടി നല്ല എഫക്റ്റാണ്. മുടി നല്ല ലുക്കിൽ കിടക്കുകയും ചെയ്യും. അപ്പോൾ ഈ സാധനം വച്ചിട്ടാണ് ഞാൻ ആ ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് കുറച്ച് നാളുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പം ഇതൊക്കെ ആകുമ്പോൾ എപ്പോഴും നമ്മളെ വീട്ടിലുള്ളതാണല്ലോ. ഇപ്പം നമുക്ക് വില കൂടിയ ഷാമ്പൂവും അങ്ങനെയൊക്കെ നമുക്ക് എപ്പോഴും മേടിച്ച് വയ്ക്കാനൊന്നും പറ്റില്ല. ഇത് മാക്സിമം പറ്റുമെങ്കിൽ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടും. ഉലുവ ഇല്ലാത്ത വീടില്ല, അലോവേര ഇല്ലാത്ത വീടുകൾ എന്തായാലും കാണത്തില്ല. ഇത് ഒരു ചെടിച്ചട്ടിയിൽ വെച്ചാലും നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഇതോട് മേടിക്കാനൊക്കെ തന്നെ കിട്ടും. അപ്പോൾ ഇത് 2 സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വല്ലപ്പോഴും ചെമ്പരന്തീരെ താളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ ഷാമ്പൂ വല്ലപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, വല്ല ഫംഗ്ഷന് പോകുമ്പോഴോ അങ്ങനെയൊക്കെയാണ് ഞാൻ ഷാമ്പൂ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറേ വർഷം, അതായത് എനിക്ക് തൈറോയിഡൊക്കെ വന്നപ്പോഴത്തേക്കും മുടി പൊഴിച്ചിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫിഷ് ഓയിലിൻ്റെ ടാബ്ലറ്റ്. ഇത് ഇപ്പോൾ ചെറിയ ഇതാണെങ്കിലും കിട്ടും. ഞാൻ പിന്നെ ഇത് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് കഴിക്കുന്നതുകൊണ്ട് മേടിച്ച് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തേക്കും. ഇത് ഈവനിങ് ഒരു ടാബ്ലറ്റ്, ഇത് മുടക്കാറേ ഇല്ല. പക്ഷേ എനിക്ക് നല്ല എഫക്റ്റാണ് ഈ ഫിഷ് ഓയിലിൻ്റെ ടാബ്ലറ്റ് കഴിക്കുമ്പോഴത്തേക്ക്. എൻ്റെ മുടിയും നരച്ചിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു, ഇൻഫ്ലമേഷൻ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഈ ടാബ്ലറ്റ് കണ്ടിന്യൂസ് എടുത്തപ്പോഴത്തേക്ക്. പിന്നെ വൈറ്റമിൻ ഡി 50,000-ൻ്റെയാണ്. അത് ആഴ്ചയിൽ ഒന്നാണ് ഞാൻ കഴിക്കുന്നത്, ഒരാഴ്ചയിൽ ഒരു ടാബ്ലറ്റ്. പിന്നെ ഞാൻ കഴിക്കുന്നത് വൈറ്റമിൻ ഇ ഹെയറിന് നല്ല എഫക്റ്റാണ്. പിന്നെ അതിൻ്റെ സയൻസും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഞാനിത് കുറേ വർഷങ്ങൾ കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഈ 3 ടാബ്ലറ്റ് ഇത് ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യും. തീരുമ്പോഴത്തേക്ക് വാങ്ങും, ഉപയോഗിക്കും. ഇതെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒന്നാണ് കഴിക്കുന്നത്. പക്ഷെ എനിക്കിതുവരെയും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കിതിന് റിസൾട്ടായിട്ട് തോന്നിയേക്കുന്നത് മുടിയിലാണ്. മുടി അങ്ങനെയൊന്നും നരച്ചിട്ടില്ല. അപ്പം ഞാൻ ഇപ്പോൾ വിചാരിച്ചു, എന്തായാലും ഞാൻ ഉപയോഗിക്കുന്നതല്ലേ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റൂ. അല്ലാണ്ട് വെറുതെ ഞാൻ ഉപയോഗിക്കാത്ത സംഭവങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫേക്കായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഞാനിതാണ് ചെയ്യുന്നത്, അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതൊക്കെ ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലാണെങ്കിലും നമുക്ക് മേടിക്കാൻ കിട്ടുന്ന സാധനമാണ് ഫിഷ് ഓയിലൊക്കെ. പിന്നെ ഉലുവയുണ്ട്, അലോവേര ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തു കുറച്ച് നാൾ. ഏതൊരു സാധനമാണെങ്കിലും പെട്ടെന്നല്ല അതിൻ്റെ റിസൾട്ട് വരുന്നത്, നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യണം. ഇപ്പോൾ ഒരു 3 മന്ത്സൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്കത് മനസ്സിലാവും അതിൻ്റെ റിസൾട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.